ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും റുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള സന്ദേശം. ഇന്ന് പലർക്കും അറിയില്ല ദൈവവിളിയുടെ പ്രാധാന്യത്തെപ്പറ്റി. കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് 3 ദൈവവിളികളാണുള്ളത്. ഒന്ന് പൗരോഹിത്യം, 2 സന്യാസം, മറ്റൊന്ന് വിവാഹം. ഇത് 3 ദൈവവിളികളാണ്. എന്നാൽ ദൈവവിളി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക അത് വിവാഹത്തിലേക്കുള്ള ഒരു വിളിയായിട്ടല്ല, മറിച്ച് സന്യാസം അല്ലെങ്കിൽ പൗരോഹിത്യത്തിലേക്കുള്ള ഒരു വിളിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദൈവവിളിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 തിരുവചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങളത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, കർത്താവ് നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. എപ്പോ? കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, കർത്താവിൻ്റെ പദ്ധതിക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ. അപ്പോൾ കർത്താവിന് നമ്മെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, നമുക്ക് നമ്മെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, പിശാചിനുണ്ട് നമ്മെപ്പറ്റി ഒരു പദ്ധതി. പിശാചിന് തീർച്ചയായിട്ടും നമ്മെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടാവും. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയാണ്, ക്ഷേമത്തിനുള്ളൊരു പദ്ധതിയല്ല. നമുക്ക് നമ്മെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടാവും. ഒരു പക്ഷേ ആ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണെങ്കിലും അതും നമ്മുടെ നാശത്തിന് കാരണമായി തീരും. എന്നാൽ ദൈവത്തിന് നമ്മെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോൾ അത് വലിയ ഐശ്വര്യത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് പറയുക, ദൈവത്തിന് നമ്മെപ്പറ്റിയുള്ള ഒരു പദ്ധതി, ആ പദ്ധതിയെ വിളിക്കുന്ന പേരാണ് ജീവിതാന്തസ്. ഏത് ജീവിതാന്തസ്സിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ദൈവവിളി.
എല്ലാവരും സിസ്റ്റേഴ്സ് ആവണം, അച്ഛന്മാരാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും വിവാഹം കഴിക്കാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി മുഴുവൻ സമയം ജീവിക്കാൻ വേണ്ടി കർത്താവ് അതിലേക്ക് സമർപ്പിക്കാൻ ദൈവം പ്രത്യേകം ചിലരെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തുന്നുണ്ട്. അത്തരത്തിലുള്ള വചനമാണ് നമ്മളിപ്പോൾ അടുത്ത് വായിക്കാൻ പോവുക. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം എല്ലാവരും നേറ്റ് പറഞ്ഞേ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇരു കരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. അപ്പോൾ ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം, എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവവിളി ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം വലിയ ഐശ്വര്യപൂർണ്ണമായി തീരും. അതുകൊണ്ടാണ് യോനാ പ്രവാചകൻ്റെ അനുഭവം. യോനാ പ്രവാചകനോട് ദൈവം നിനിവിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ താർശീശിലേക്ക് കപ്പൽ കയറുകയാണ്. നേരെ ഓപ്പോസിറ്റ് ദിശയിൽ യാത്ര ചെയ്തപ്പോൾ സമ്പൂർണ്ണ പരാജയമായെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിയാം. അങ്ങനെ ദൈവവിളി കിട്ടിയ പലരെയും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ 12 ശിഷ്യന്മാരും ദൈവവിളി കിട്ടിയവരാണ്, ദൈവം വിളിച്ചവരല്ലേ. പത്രോസിനെ ദൈവം വിളിച്ചു, പത്രോസ് വന്നു. പക്ഷേ പത്രോസ് യേശു മരിച്ചതിന് ശേഷം ആ ദൈവവിളി വേണ്ടെന്ന് വെച്ച് മീൻ പിടിക്കാൻ പോയി. ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവനൊന്നും കിട്ടിയില്ല. വീണ്ടും യൂദാസിനെ ദൈവം വിളിച്ചു, യൂദാസ് ദൈവവിളി ഉപേക്ഷിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിയാം, കെട്ടി തൂങ്ങി ചാവുകയാണ് ചെയ്തത്. അങ്ങനെ ദൈവവിളി കിട്ടിയവൻ ആ വിളി വേണ്ടെന്ന് വെച്ചാൽ ആ ജീവിതത്തിൽ ഒരു ഐശ്വര്യമോ ക്ഷേമമോ ഉണ്ടാവില്ലെന്ന് അത് ബൈബിൾ അടിസ്ഥാനമായിട്ട് നമുക്ക് വിശ്വാസത്തോടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 17-ാം തിരുവചനം ഏറ്റുപറയുന്നു. ദൈവത്തിന്റെ നിയോഗവും വിളിയുമനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. വീണ്ടും എഫേസ്യസ് 4:1 ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. വീണ്ടും 2 പത്രോസ് 1:10 ഏറ്റുപറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചേൻ. സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം പ്രവേശനം ലഭിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളവരെ കണ്ടല്ലോ, ദൈവവിളിയുടെ വചനങ്ങൾ ബൈബിളിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ദൈവവിളിയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. ഒത്തിരി മാതാപിതാക്കളാണ് മക്കളുടെ ദൈവവിളിയെ തടയുക. ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരിക്കുമല്ലോ, ചിലപ്പോൾ 2 കുട്ടികളുണ്ടാവാം, 3 കുട്ടികളുണ്ടാവാം. ഇങ്ങനെയാണ് പറയുക. ചിലരുടെ വിചാരം ദൈവവിളി കുറയാൻ കാരണം മക്കൾ കുറഞ്ഞതാണെന്നുള്ള ചിന്തയാണ്. മക്കൾ കുറഞ്ഞതുകൊണ്ടല്ല ബേസിക്കലി ദൈവവിളി കുറഞ്ഞത്, അല്ലെങ്കിൽ ദൈവവിളിയിലേക്കുള്ള അസിസ്റ്റാവാൻ അച്ഛനാവാനുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കുറയുന്നത്. ബേസിക്കലി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവം വിളിക്കുന്നുണ്ട്, പക്ഷെ പിള്ളേർ വരുന്നില്ല എന്നുള്ളതാണ്. പലവിധ കാരണങ്ങളുണ്ട്. മറ്റൊരു കാരണം പിള്ളേർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മാതാപിതാക്കൾ അതിനെ തടസ്സം നിൽക്കുന്നു എന്നതാണ്. ഒരിക്കലും നമ്മൾ ദൈവവിളിക്ക് തടസ്സം നിൽക്കരുത്, മറിച്ച് ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിവാഹം ഒരു ദൈവവിളിയാണ്, അതിനെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സന്യാസം, പൗരോഹിത്യം എന്ന ദൈവവിളികളെ ഒരു പ്രോത്സാഹനം ആവശ്യമുണ്ട്. അതൊരു ബഹുമതിയാണ്, അതൊരു ഭാഗ്യമാണ്. ഇങ്ങനെ നമ്മൾ മക്കളോട് പറഞ്ഞ് പ്രാധാന്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിലേക്കുള്ളൊരു ആഗ്രഹം മക്കളിൽ ജ്വലിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സമയം നമ്മൾ ദൈവവിളിയുടെ ഒരു വചനഭാഗം കൂടി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തുതിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ലൂക്ക 9:57 വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അവർ
പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷേ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഏറ്റുപറഞ്ഞ വചനം 30 മേനി 60 മേനി 100 മേനി ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ. രോഗികളായ മക്കളെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തെ ദൈവവിളിയിൽ ഉണ്ടാകട്ടെ, ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല നല്ല വൈദികരെ സിസ്റ്റേഴ്സ് വിശുദ്ധരായ മക്കളുണ്ടാകട്ടെ. ഹാല 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 ഹാല. തെറ്റായ ബോധ്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് എന്ത് വില കൊടുത്ത് സമർപ്പിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ, യേശുവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് ശബ്ദത്തിൽ കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞ വചനം 30 മേനി 60 മേനി 100 മേനി ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ മാംസം ധരിക്കാൻ ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഇരു കരങ്ങളെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോൽപ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന, വിശദീകരിക്കുന്ന, രൂപാന്തരപ്പെട്ട തിരത്തത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, ഗുണോത്ര, ദുഷിദോഷം, ഐസാജാകം, പീഡകൾ, ബാധകള്, കൈവിഷങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിനും കൂട്ടായ്മയും ദൂരെ ഏറ്റണമേ. പാപകരമായ സകലതും, അസൂയ, ചതിയും, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിനായ ചതിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും
പരിശുദ്ധ കന്യാകുമാരി സത്യരും മധ്യസ്ഥം മികാർ റഫ ഗബ്രിയും മാലാമാരുടെ ശക്തമായ സാന്താ സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിച്ചുള്ള സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലോ വായിലൂടെ വസ്തുവിലോ ഭക്ഷണം കടന്നു മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനസിക പ്രാപ്തിയും പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10 ലുക്കാ 4:8 മർക്കോസ് 16:5 ഉദ്യോഗം 3:8 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രം വന്നി 15 സകലവിധ പ്രകൃതിസ്വാമി ഇടിമിന്റെ ഇടിവിട്ട് നാശനഷ്ടങ്ങള് ഉറപ്പ് ഉദ്ദേശവാസി വൈരാ തർക്കങ്ങൾ കലഹങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികള് ജടികാ ദിവ്യാസ് ഗോപാസതി ഭക്ഷണാസതി സ്വയംഭോഗം സമർക്കഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാരം അസൂയ അലസ മോഹം കോപം ഗതി വിവാഹതടസ്സം ജോലിതടസ്സം ഉൽപ്പടസ്സം യാത്രാസം പഠനാസം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണും മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാഹ്യം ചെറുതൊരു രോഗപീഠകള് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സുതിച്ച് പ്രാർത്ഥിക്കും വചനം വായിക്കാൻ ജപമാറ്റുള്ള തടസ്സങ്ങള് രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങള് വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങള് അതിന് പിന്നീട് പൈശാചി അരുവി അന്താ സത്യം സാത്താന സത്യങ്ങൾ ദുഷ്ടജാതികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു, ഈശോയുടെ കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശിച്ചുവന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. ആലുലിയ 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 കരങ്ങളടിച്ചോണ്ട് നാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. നാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ നിറഞ്ഞിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശിയെന്നി വാ. അഗ്നിജ്വാല പോൽ നിറഞ്ഞിറങ്ങി വാ, കൊടുങ്കാറ്റ് പോൽ വീശി മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഇരു കരം ശ്രദ്ധിച്ച് ഹാലുലിയ ആലുലിയ 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 ആലുലിയ. ഇരു കരം ഉയർത്തി എല്ലാവരും ശക്തമായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കും. ഹാലുലിയ ആലുലിയ ആലുലിയ. ഈ ഗാനത്തിന്റെ അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഫലദാന വരങ്ങൾ ജ്വലിക്കട്ടെ. ബാല 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 ബാല. എല്ലാവരും ശ്രദ്ധിച്ച് അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞ് പരസ്പരം പ്രാർത്ഥിക്കുന്നു, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നു, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഹാല ബാല ബാല ബാല. ദൈവവിളി ക്രൈസിസുകളെല്ലാം മാറിപ്പോട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, ദൈവവിളി തിരിച്ചറിയാനുള്ള കൃപ ലഭിക്കട്ടെ. ഹാല ബാല 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 ബാല. ആലുലി 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 ആലു പാ 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 പാ. ശിരിരി ഭാഷയുള്ള ഭാഷ ചോദിക്കുന്നു. ശിരിരി ആലുലിയ ആലുലിയ ശിരിരി ശിരിരി ശിരിരി. എല്ലാവരും ശ്രദ്ധിച്ച് ആലുലിയ 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 ശിരിരി ശിരിരി ശിരിരി. ഹാലുലിയ 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 ഹാലുലിയ. സ്വസ്ഥാന്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശിരിരി ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക. ശിരിരി ശിരിരി. ആരും വെറുതെ ഇരിക്കരുത്, യേശുവിലേക്ക് നോക്കി ശക്തമായി സ്തുതിക്കുക. ഭാഷയുള്ള ഭാഷ അത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരിരി. ബീഫ് കഴിക്കുമ്പോഴുള്ള ഒരു വ്യക്തിയുടെ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ലോട്ടറി വിൽക്കുന്ന ഒരു വ്യക്തിയുടെ കാലിൽ ഉണങ്ങാത്ത മുറിവ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടെ തലകറങ്ങി വീഴുന്ന അവസ്ഥയുള്ള ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കുടൽ സംബന്ധമായ രോഗമുള്ള എപ്പോഴും ഛർദ്ദിക്കുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൈഗ്രെയിൻ തലവേദനയും കാൽമുട്ട് വേദനയുള്ളവർ പ്രാർത്ഥിക്കുക. പലർക്കും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വേരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുള്ള ജോസ് എന്ന മകനെ കർത്താവ് സ്പർശിക്കുന്നു. കാറ്ററിംഗ് നടത്തുന്ന ഒരു വ്യക്തിയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഭാര്യയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നു. തുടർന്ന് കുമ്പസാരം നടത്താൻ ഈശോ പറയുന്നു. വർഷങ്ങളായുള്ള ഒരു വ്യക്തിയുടെ സോറിയാസിസ് കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അലക്സ് എന്ന മകൻ്റെ വിദേശയാത്രാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. കണ്ണിൽ പീള കെട്ടുന്ന അവസ്ഥയിൽ ഒരു കുട്ടിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്ട്രോക്ക് വന്ന ഒരു വർഷം തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. വായനാറ്റുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുള്ള 9 പേർക്ക് ഈശോ സൗഖ്യം നൽകുന്നുണ്ട്. ജെയിംസ്, നിഷ ഈ പേരുകൾ ഈശോ തരുന്നു. ഒത്തിരിയും ധരിക്കാത്ത ഒത്തിരി മക്കളെ ഈശോ സൂക്ഷിച്ച് പങ്കെടുക്കുന്നുണ്ട്. ഒത്തിരിയും ധരിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ പൂർവ്വികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എല്ലാ കുടുംബങ്ങൾക്കും സന്ദേശം തരികയാണ്. 12 സെന്റ് വരുന്ന വീടിൻ്റെ മുമ്പിൽ ഇൻ്റർലോക്ക് ഇട്ടിട്ടുള്ള
ഒരു ഭവനത്തിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഐറിൻ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സർജറി വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞൊരു പെൺകുട്ടിയുടെ 2 കണ്ണുകൾക്കും കാഴ്ചശക്തി കൂട്ടി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. കുരിശുരൂപമില്ലാത്ത ചില ഭവനങ്ങൾ കാണിക്കുന്നു. എല്ലാ വീടുകളിലും ഒരു കുരിശുരൂപം വയ്ക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. ഉപയോഗശൂന്യമായ മദ്യക്കുപ്പികളിൽ ചെടികൾ വളർത്തുന്ന ഒരു കുടുംബത്തോട് ആ മദ്യക്കുപ്പികൾ എടുത്ത് നശിപ്പിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരുന്നു. നഴ്സായി ജോലി ചെയ്യുന്ന ഒരു മകളുടെ അരിമ്പാറ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഫിലോമിന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. എബിൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗിയായ അധ്യാപികയായ ഒരു സഹോദരിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ജിതിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശക്തമായി കഫക്കെട്ട് ചുമര വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എപ്പോഴും രോഗപീഠയുള്ള ഒരു കൈക്കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അനുഗ്രഹ എന്ന പേര് തരുന്നു. ആ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശമ്പളക്കുറവ് മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ലിസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതിനാൽ വിഷമിക്കുന്ന ഒരു മകളുടെ ജീവിതത്തിൽ ഇടപെടുന്നു. പേടിക്കേണ്ട എന്ന് കർത്താവ് സന്ദേശം തരുന്നു. ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 1/2 ഏക്കർ സ്ഥലത്തിൻ്റെ വിൽപ്പനാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു മൂലക്കുരുവിൻ്റെ അസുഖമുള്ള ഒരു രോഗിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഷാൻറ്റിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തൊണ്ട സംബന്ധമായ അസ്വസ്ഥതയുള്ള ജോർജിനെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സാകാൻ കൃപ നൽകിയ ഒരാളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ശക്തമായി കാൽവേദന കാരണം കാലുയർത്തി വെച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അനു എന്ന മക്കളുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കണ്ണിൽ കുരു മൂലം ഒരു കണ്ണ് പകുതി അടഞ്ഞിരിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഡെയ്സി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മലബന്ധം കോൺസ്റ്റിപ്പേഷൻ മൂലം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ള ഓമൻ എന്ന മകളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ആണിയിൽ തട്ടി കൈമുറിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് തുറന്ന കുംസാരം നടത്താൻ കർത്താവ് സന്ദേശം നൽകുന്നു. കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അരയ്ക്ക് താഴോട്ട് തളർന്നുപോയ ഒരു സഹോദരനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഗർഭിണിയായ ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നു. ചെവി വേദന മൂലം ചെവിയിൽ തുള്ളിമരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബാബു എന്ന മകന്റെ വീട് പണി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലിയ 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 ഷി അരിയ 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 യേശുവേ നന്ദി 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 നന്ദി. എൻ്റെ പേര് ജെയിംസ്, ഇടവക കുണ്ടുതോട്, താമരശ്ശേരി രൂപത. 2 വർഷം മുമ്പ് എനിക്ക് ഡബിൾ വിഷയൻ്റെ രോഗം വന്നു. അതിന് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ വന്ന് ഒരു 10 ദിവസം അഡ്മിറ്റായി ചികിത്സിച്ച് ഏകദേശം ഭേദമായി പോയി. പക്ഷേ എല്ലാ ദിവസവും കഴിക്കാനായിട്ട് മരുന്ന് തന്നുവിട്ടിരുന്നു. 3 സൈസ് ഗുളികകളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് സ്റ്റെറോയിഡ് അടങ്ങിയ വൈസ്ലോർ എന്ന് പറഞ്ഞ മരുന്നായിരുന്നു. അത് തുടർച്ചയായിട്ട് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഘട്ടം ഘട്ടമായി നിർത്താൻ വേണ്ടി ഡോക്ടർ പരിശ്രമിച്ചു. ഡോസ് കുറച്ച് തന്ന് പലപ്പം ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അങ്ങനെ 3 തവണ ആ മരുന്ന് നിർത്താൻ ഡോക്ടർ ശ്രമിച്ചു. അത് നടക്കാതിരുന്നു. അതുകൊണ്ട് പിന്നെ അത് തുടർന്ന് കൊണ്ടുപോയി. വൈസ്ലോർ 40 mg ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. 3 ഗുളിക ഒരു ദിവസം കഴിക്കുമായിരുന്നു. അതെത്ര കുറച്ചിട്ടും കുറയ്ക്കാൻ കഴിയാതിരുന്ന അവസരത്തിൽ ഞാൻ ഈ എൽറുഹായിൽ വന്ന് ശനിയാഴ്ചത്തെ ഏകദിന കൺവെൻഷനിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം വന്നപ്പോൾ ഞാൻ നിയോഗം എഴുതി ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഇട്ടപ്പോൾ ഞാൻ തീരുമാനമെടുത്തു. 9 പ്രാവശ്യം ഞാനിവിടെ വന്ന് ഏകദിന കൺവെൻഷൻ കൂടി പോയിക്കോളാം. കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം. മാതാവ് അത് വേണ്ട വിധം ഓരോ കാര്യങ്ങൾ ക്രമപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു പോയി. അന്ന് തന്നെ ആ കൺവെൻഷൻ്റെ സമയത്ത് അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു, സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്ന ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അത് ഓൺലൈനായിട്ടല്ല, ഇവിടെ തന്നെ ഇരിക്കുന്ന ആളിലാണെന്ന് പ്രത്യേകം പറഞ്ഞപ്പോൾ ഞാനായിരിക്കും എന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അന്ന് വൈകുന്നേരം മുതൽ ഞാൻ വൈസ്ലോർ എന്ന് പറയുന്ന സ്റ്റെറോയിഡ് അടങ്ങിയ മരുന്ന് കഴിച്ചില്ല. സാധാരണ അത് കഴിക്കാതിരുന്നാൽ 24 മണിക്കൂറിനകം രോഗം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുമായിരുന്നു. അത് 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെക്കപ്പിന് ചെന്നത്. അപ്പം ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് അത് അത്ര സ്വീകാര്യമല്ലായിരുന്നെങ്കിലും അയാൾ എല്ലാ പരിശോധനയും കഴിഞ്ഞപ്പോൾ മറ്റു ഡോക്ടർമാർ ഇത് എഴുതട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇനി എഴുതണ്ട, കർത്താവ് സൗഖ്യപ്പെടുത്തത് നമ്മളിനി പുതുതായിട്ട് തുടങ്ങണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. ആ മരുന്ന് കഴിക്കാതെയായിട്ട് ഇപ്പോൾ 8 മാസമായി. ഇപ്പോൾ ആ വൈസ്ലോർ കഴിക്കാത്തതിൻ്റെ പേരിൽ ഒരു രോഗങ്ങളുമില്ല, അത് സൗഖ്യപ്പെട്ടു. ഞാൻ കുറേ വർഷങ്ങളായിട്ട് പൈൽസ് രോഗം എനിക്കുണ്ടായിരുന്നു. ഒരു 35 വർഷം പഴക്കമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ കുറേയധികം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിച്ചും പക്ഷേ ഭക്ഷണത്തിൽ ക്രമീകരിച്ചുമൊക്കെയാണ് അങ്ങനെ കഴിഞ്ഞിരുന്നത്. അത് ഇവിടെ വന്നിട്ട് ഒരു 6 മാസം മുന്നേ ഒരു കൗൺസിലിങ്ങിൻ്റെ സമയത്ത്, അന്ന് ഒരു ഏകദിന കൺവെൻഷനിൽ വന്ന കൗൺസിലിങ്ങാണ്. കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ആ കൗൺസിലർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പൈൽസ് രോഗം കർത്താവ് സുഖപ്പെടുത്തുന്നു. അത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ എല്ലാ ഭക്ഷണങ്ങളും യാതൊരു ക്രമവും ഇല്ലാതെ കഴിക്കുകയും അതിന് നേരെ വിപരീതമായ ഭക്ഷണങ്ങൾ വരെ കഴിച്ചു നോക്കി. ഈ 6 മാസമായിട്ട് ഇന്ന് വരെയും ആ രോഗം പിന്നെ വന്നിട്ടില്ല. അതുപോലെ മറ്റൊന്ന്, എനിക്ക് മൂത്രത്തിന് തടസ്സം വരികയും കൂടെ മൂത്രം ഒഴിക്കാൻ തോന്നുകയും
ഈ പോസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടിരുന്നത്. അത് വലിയൊരു ചികിത്സ വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കൂടുതൽ ചികിത്സയ്ക്കൊന്നും പോയില്ല. പക്ഷേ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ പോസ്റ്റൈറ്റിസ് എന്ന രോഗം കർത്താവ് സുഖപ്പെടുത്തുന്നു, നന്ദി പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാനത് പ്രാർത്ഥിക്കുകയും എൻ്റെ അടിവയറ്റിൽ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ തേച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ആ രോഗവും എനിക്ക് വന്നിട്ടില്ല. ഇങ്ങനെ മാതാവിനെ ഏൽപ്പിച്ച കാര്യങ്ങൾ പടിപടിയായി എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയ്ക്കും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച മാതാവിനും അച്ഛനും നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഡബിൾ വിഷൻ ഇതൊന്നും പെട്ടെന്ന് മാറുന്ന ഒരു രോഗമൊന്നുമല്ല, നമുക്കറിയാം. അതെല്ലാം ഇവിടെ ഏകദിന കൺവെൻഷന് വന്ന് പങ്കെടുക്കുന്ന സമയത്ത് അച്ഛൻ പ്രത്യേകം എടുത്ത് പറഞ്ഞ് ഈ സ്റ്റിറോയിഡ് എത്രയോ നാളുകളായി അദ്ദേഹം ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അത്ഭുത രോഗശാന്തി ലഭിക്കുകയാണ്. അതുപോലെ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ പൈൽസ് രോഗം, ഇതെല്ലാം ഒരു കൗൺസിലിംഗ് സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഓരോ പ്രാവശ്യം ഓരോ സാക്ഷ്യങ്ങളിലൂടെ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ കേരള ധ്യാനകത്തിലേക്ക് വിളിച്ചു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഷിയാ റിയാ 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 റിയാ. ശക്തമായി സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തുന്നു സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് സ്തുതിച്ചേ, മനസ്സറിഞ്ഞും സ്തുതിച്ചേ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കേണമേ എന്നിൽ നീ കരുണയായിരിക്കേണമേ, കരുണയായിരിക്കേണമേ എന്നിൽ നീ കരുണയായിരിക്കേണമേ.